ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ബേബി ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ പെയറായിട്ട് വരുന്ന സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3/4 മീറ്റർ ലൈനിങ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ലേസും എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ. ആദ്യം നമുക്ക് ലൈനിങ് മെറ്റീരിയലിൽ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. ഷോൾഡർ 9 ഇഞ്ചസ് ആണ്, അതിൻ്റെ ഹാഫാണ് എടുക്കേണ്ടത്. അപ്പോൾ 4.5 മാർക്ക് ചെയ്യാം. ആം ഹോൾ ഞാൻ 5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്, അതും ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. ടോട്ടൽ ചെസ്റ്റ് വരുന്നത് 20 ഇഞ്ചാണ്, അതിൻ്റെ 4/1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കാം. അപ്പോൾ ഞാൻ 6.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ബേസ് റൗണ്ട് വരുന്നത് 19 ഇഞ്ചാണ്, അതിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 6.25 മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കതൊരു യു ഷേപ്പിൽ വരച്ചെടുക്കാം. അര ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ആം ഹോൾ റൗണ്ട് വരച്ചെടുക്കാം. അതും വരച്ചു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ നമ്മൾ ആദ്യം 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാബ്രിക് എക്സ്ട്രാ വെക്കണം, അതിന് വേണ്ടിയാണ്. അതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ മേലെ നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 1 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ സിബ് വെക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും ഡ്രസ്സ്. അതുകൊണ്ടാണ് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരക്കണം. ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇനി നമുക്കിതുപോലെ ഒന്ന് രണ്ടായിട്ട് സെൻറ്ററിലേക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കവിടെ സിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ ഞൊറി വിട്ടിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ലേസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വരുന്ന എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് തിരിച്ചിടാം. ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അവിടെ പതിഞ്ഞിരുന്നോളൂ. ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെയും ലൈനിങ് മെറ്റീരിയലും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഫ്രണ്ട് പീസ് തിരിച്ചിട്ട പോലെ ആദ്യം തന്നെ തിരിച്ചിടണ്ട. അതിന് മുന്നേ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ജോയിൻറ്റൊന്നും നമുക്ക് കാണാതെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ ഒരു ഷോൾഡർ ഇതുപോലെ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ ഷോൾഡർ ഇതുപോലെ മറ്റേ പീസിൻ്റെ അകത്തേക്ക് ഇതുപോലെ കയറ്റി വെക്കുക. എന്നിട്ട് അതും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഞാനിതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട്. ഇതിനകത്തേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം അവിടെയും ഒന്ന് ഷോൾഡറെല്ലാം നീറ്റാക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ രണ്ട് സൈഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാനിത് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം. അപ്പം എത്ര നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ സൈഡ് ജോയിൻ്റൊന്നും നമുക്ക് ഉള്ളിൽ ആ റോ എഡ്ജസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? അതുപോലെ തന്നെ ഷോൾഡറും കിട്ടും. ഇപ്പോൾ കാണിച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക. ഇതുപോലെ വെക്കുക, ഒന്ന് ജോയിൻ ചെയ്യുക, എന്നിട്ട് നിവർത്തിയിടുക. ഇനി ഞാൻ നിവർത്തിയിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഷോൾഡറും രണ്ട് സൈഡും എല്ലാം ജോയിൻറ്റും റോ എഡ്ജസ് ഒന്നും കാണാതെ നല്ല നീറ്റായിട്ട് കിട്ടിയത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ സൈഡും അതുപോലെ രണ്ട് സൈഡ് സിബ് വെക്കേണ്ട സ്ഥലവും ഈ സൈഡും പിന്നെ അതേപോലെ ഈ ഷോൾഡറും കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1/4 ഇഞ്ച് നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പോയി. ബാക്കി 3/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നമുക്ക് ആ വരച്ച മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ സിബ് വെക്കേണ്ട ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സിബ് ഈ സൈഡിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് സിബ് ഇതുപോലെ തിരിച്ച് വെക്കണം. എന്നിട്ട് ഈ സൈഡ് നമുക്ക് നമ്മൾ മടക്കിയില്ല അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് സൈഡിലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, ഈ സൈഡിലേക്കൂടെ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അടുത്ത ഭാഗം ഇതുപോലെ വെച്ചിട്ട് അവിടെയും നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. സിബ് നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ പാർട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഇതിൻ്റെ താഴത്തെ പാർട്ടിൽ ഈ സിബിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടുത്തെ ലോക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. ബാക്കി 2 സൈഡിലും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റിലും അതുപോലെ ചെസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ താഴെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് പോയി. ബാക്കി 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ താഴത്തെ പാർട്ടും അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, സിബിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഓപ്പണിംഗ് ഇല്ല, അവിടെ നമുക്കൊരു ഹുക്കും വെച്ച് കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ ടോപ്പിനൊന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ മുത്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.